എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ ഗന്ധർവ സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജൂൺ 5-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ജൂൺ 5-ന്റെ പ്രത്യേകതയാണ്. ജൂൺ 5 എന്ന് പറയുന്നത് ലോക പരിസ്ഥിതി ദിനമാണ്. അപ്പോൾ എന്താണ് ജൂൺ 5-ന്റെ പ്രത്യേകത? ലോക പരിസ്ഥിതി ദിനം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യം ഉയർത്തി കാണിക്കുന്നതിനും അതുപോലെ തന്നെ എന്താണ് പരിസ്ഥിതി പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ജൂൺ 5 എന്തായിട്ട് ആചരിക്കുന്നത്? ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇനി 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം കൂടി ഒന്ന് നോക്കണം. അപ്പോൾ 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ലാൻഡ് റീസ്റ്റോറേഷൻ, സ്റ്റോപ്പിംഗ് ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ബിൽഡിംഗ് ഡ്രോട്ട് റെസിലിയൻസ് എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത്. അതായത് ഭൂമി പുനരുദ്ധാരണം, ഇനി അതുപോലെ തന്നെ മരുഭൂവൽക്കരണം തടയുക, അതിനൊപ്പം തന്നെ എന്താണ് വരൾച്ചയെ ചെറുക്കുക എന്നുള്ളതാണെന്ന് പറയുന്നത് ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഓർക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൗദി അറേബ്യയാണ്. അപ്പോൾ ഏതാണ്? സൗദി അറേബ്യയാണ് 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന കാര്യം എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഇനി 2025 ആരാണ് ആതിഥേയത്വം വഹിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദക്ഷിണ കൊറിയ. ആരാണ്? ദക്ഷിണ കൊറിയ അഥവാ റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ് എന്ത് ചെയ്യുന്നത്? ആതിഥേയത്വം വഹിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക? ഓർക്കുക. അപ്പോൾ നമ്മളിവിടെ 2024 ആതിഥേയത്വം വഹിക്കുന്നവരുടെ കാര്യം പറഞ്ഞു, 2025 ആതിഥേയത്വം വഹിക്കുന്നവരുടെ കാര്യം എന്ത് ചെയ്തു? പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2023 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ്? അത് കോട്ട് ഡി ഐവർ ആണ് അഥവാ ഐവറി കോസ്റ്റ്. അപ്പോൾ ഏതാണ്? ഐവറി കോസ്റ്റ് അഥവാ കോട്ട് ഡി ഐവർ ആണ് എന്ത് ചെയ്തത്? കഴിഞ്ഞ വർഷം എന്ത് ചെയ്തത്? ആതിഥേയത്വം വഹിച്ചത്. അവര് നെതർലാൻഡിന്റെ സഹകരണത്തോടു കൂടിയാണ് എന്ത് ചെയ്തത്? ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ചത്. ഇനി 2022 സ്വീഡൻ ആയിരുന്നു. അപ്പോൾ 2022 സ്വീഡൻ ആയിരുന്നു. ഓർക്കുക, 2022 ആരായിരുന്നു? സ്വീഡൻ ആയിരുന്നു ആതിഥേയത്വം വഹിച്ചത്. ഇനി 2021 കൂടി ഒന്ന് നോക്കാം. 2021 പാകിസ്ഥാൻ ആയിരുന്നു. അപ്പോൾ 2021 പാകിസ്ഥാൻ ആയിരുന്നു. എന്തുകൊണ്ട് ഇവിടെ 2021 പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. മുൻപ് PSCക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദ്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ചോദിച്ചിട്ടുണ്ടായിരുന്നു 2021 ലോക എന്താണ് പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പാകിസ്ഥാനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ ഏതൊക്കെ വർഷങ്ങളിലാണ് ഈ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് 2011 ആണ്. അപ്പോൾ 2011 അതേപോലെ 2018 ഈ 2 വർഷങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ആതിഥേയത്വം വഹിച്ച വർഷങ്ങൾ എന്ത് ചെയ്യുക എന്ന് ഓർക്കുക. അതുപോലെ തന്നെ ബാക്കി 2021, 22, 23, 24, 25 ഈ വർഷങ്ങളിൽ എന്താണ് ആതിഥേയ രാജ്യങ്ങളെ കൂടി എന്ത് ചെയ്യുക എന്ന് ഓർത്തു വയ്ക്കുക. നോക്കാനുള്ളത് ഒരു നായയ്ക്ക് ഒരു ശസ്ത്രക്രിയ നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഡൽഹിയിലൊരു നായയ്ക്ക് മിട്രൽ വാൽവ് ഡിസീസ് എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാവുകയും അപ്പോൾ അതിനെ തുടർന്ന് എന്ത് ചെയ്തു? അതിനൊരു ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് എന്ത് ചെയ്തു? വിധേയമാക്കുകയും ചെയ്തു. അപ്പോൾ ആ ശസ്ത്രക്രിയ വിജയകരമായിട്ട് നടത്തിയ ഡോക്ടർ ആരെന്നാണ്? അത് ഭാനുദേവ് ശർമ്മ. ആരാണ്? ഭാനുദേവ് ശർമ്മയാണ്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നായയ്ക്ക് വിജയകരമായിട്ട് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ആരെന്നാണ്? അത് ഭാനുദേവ് ശർമ്മയാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഇന്നത്തെ പത്രങ്ങളിലൊക്കെ എന്താണ്? ഇന്നത്തെ പത്രങ്ങളിലും കഴിഞ്ഞ ദിവസത്തെ എന്താണ് വാർത്തകളിലൊക്കെ ഒരുപാട് നിറഞ്ഞിരുന്ന കാര്യമാണ്. എന്താണ്? 2024 ലോക്സഭാ ഇലക്ഷൻ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോട്ട് ചെയ്ത് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് 2024 ലോക്സഭാ ഇലക്ഷൻ എത്രാമത്തെ ഇലക്ഷനാണ്? അതായത് 18ാമത് ലോക്സഭയിലേക്കുള്ള ഇലക്ഷനാണ് 2024 നടന്നത്. അപ്പോൾ 18ാമത് ലോക്സഭാ ഇലക്ഷൻ 2024 നടന്നു. ഇനി എത്ര ഘട്ടങ്ങളിലായാണ് നടന്നത്? 7 ഘട്ടങ്ങൾ. എത്ര ഘട്ടങ്ങളാണ്? 7 ഘട്ടങ്ങളിലായിട്ടാണ് ഇലക്ഷൻ നടന്നത്. എത്ര സീറ്റുകളിലേക്കുള്ള മത്സരം? 543 സീറ്റുകളിലേക്കുള്ള മത്സരം. ഓർക്കുക, 7 ഘട്ടങ്ങളിലായി ഇലക്ഷൻ നടന്നു. എത്ര സീറ്റുകൾ? 543 സീറ്റുകളിലേക്കുള്ള ഇലക്ഷനാണ് നടന്നത്. ഇപ്പോൾ നടന്നത് 18ാമത് ലോക്സഭാ ഇലക്ഷൻ ആണ്. അപ്പോൾ ഇത്രയും കാര്യം ക്ലിയർ ആയിട്ട് ഓർക്കുക. ഇനി എന്താണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി ആയത്? ആരാണ്? BJP ആണ്. ഇനി ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയത്, അതായത് 2024 ഇലക്ഷനിൽ എന്താണ് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ വ്യക്തി ആരാണ്? അത് ശങ്കർ ലാൽവാനി. ആരാണ്? ശങ്കർ ലാൽവാനിയാണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് ഇൻഡോർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇൻഡോർ ഓർത്തു വയ്ക്കുക, ഇൻഡോർ മണ്ഡലത്തിൽ നിന്നുള്ള എന്താണ് MP ആണ്. ആരെന്ന് പറയുന്നത്? ശങ്കർ ലാൽവാനി എന്ന് പറയുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ ഒരു മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓർത്തു വയ്ക്കാനുണ്ട്. അതായത് ഈ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് എത്തിയത് നോട്ടയാണ്. ഓർക്കുക, നോട്ട ഈ മണ്ഡലത്തിൽ, അതായത് ഇൻഡോർ മണ്ഡലത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം 2 ലക്ഷത്തോളം വോട്ടുകൾ നേടിയാണ് നോട്ട എന്ത് ചെയ്തത്? 2ാം സ്ഥാനത്ത് ഈ മണ്ഡലത്തിൽ എത്തിയത്. അപ്പോൾ ആ ഒരു കാര്യം വളരെ ശ്രദ്ധേയമായിട്ട് ഓർത്തു വയ്ക്കുക. ഇനി ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം നേടിയത് ആരാണ്? അപ്പോൾ ഇതാണ് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം നേടിയത് ആരാണ്? അത് രവീന്ദ്ര ദത്താറാം വൈഗർ. ആരാണ്? രവീന്ദ്ര ദത്താറാം വൈഗർ ആണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക? വളരെ ക്ലിയർ ആയിട്ട് ഓർത്തു വയ്ക്കുക.
ഇനി അതിനൊപ്പം ഓർത്ത് വെക്കേണ്ടത് ഈ ഒരു രവീന്ദ്ര ദത്താറാം വൈഗർ എന്ന് പറയുന്നത് മുംബൈ നോർത്ത് വെസ്റ്റിൽ നിന്നുള്ള എന്താണ് എം പി ആണ് ഈ പറയുന്ന രവീന്ദ്ര ദത്താറാം വൈഗർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി ഈ ഒരു ഇലക്ഷനിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാനുണ്ട്. അതിലൊന്ന് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തതാണ്. അതായത് 2024 ലോക്സഭാ ഇലക്ഷനിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷോംപെൻ ആദിവാസി വിഭാഗം വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യമായിട്ടാണ് ഷോംപെൻ ആദിവാസി വിഭാഗം എന്ത് ചെയ്യുന്നത്, വോട്ട് ചെയ്യാൻ എത്തുന്നത്. അതായത് ഇവിടെയുള്ള വോട്ടർമാരാണ് ഈ പറയുന്ന ഷോംപെൻ ആദിവാസി വിഭാഗം എന്ന് പറയുന്നത് ആൻഡമാൻ. അപ്പോൾ ആൻഡമാനിൽ എന്താണ് വോട്ടർമാരാണ് ഈ പറയുന്ന ഷോംപെൻ എന്ന് പറയുന്നത്. അതായത് ഷോംപെൻ ആദിവാസി വിഭാഗം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്, ആൻഡമാനിലാണ്. അപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 2024 ലോക്സഭാ ഇലക്ഷനിൽ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ളൊരു കാര്യം തന്നെയാണ്, എങ്കിലും ഈ അടുത്തിടയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ വാർത്താ പ്രാധാന്യം നേടിയ ഒരു കാര്യമാണ്. അതായത് ബനേജ് പോളിംഗ് സ്റ്റേഷൻ. എന്താണ് ബനേജ് പോളിംഗ് സ്റ്റേഷൻ? ഈ പോളിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഗുജറാത്തിലാണ്. എവിടെയാണ്, ഗുജറാത്തിലാണ് ഈ പറയുന്ന ബനേജ് പോളിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ ഒരു വോട്ടർ മാത്രമുള്ള പോളിംഗ് സ്റ്റേഷൻ ആണ് എന്ന് പറയുന്നത് ബനേജ് പോളിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. എന്താണ്, ഒരേ ഒരു വോട്ടർ മാത്രമുള്ള പോളിംഗ് സ്റ്റേഷൻ ആണെന്ന് പറയുന്നത് ബനേജ് പോളിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ വോട്ടറുടെ പേര് കൂടി ഓർക്കുക, മഹന്ത് ഹരിദാസ് ഉദാസീൻ. ആരാണ്, മഹന്ത് ഹരിദാസ് ഉദാസീൻ ആണ് അവിടുത്തെ വോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, 2024 ലോക്സഭാ ഇലക്ഷനും എന്ത് ചെയ്തു, വോട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു പോളിംഗ് സ്റ്റേഷനിൽ എത്ര ശതമാനമാണ്, 100% പോളിംഗ്. അതായത് ഒരേ ഒരാളെ ഉള്ളൂ, അയാൾ എന്ത് ചെയ്തു, വോട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക, അതായത് ഗിർവനത്തിനുള്ളിലെ എന്താണ് ഒരു പോളിംഗ് സ്റ്റേഷനാണ് ഈ പറയുന്ന ബനേജ് പോളിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത്, ഗുജറാത്തിലാണ്. അപ്പോൾ അതുകൂടി ഓർക്കുക. ഇനി അടുത്തത് താഷിംഗാങ്. എന്താണ് താഷിംഗാങ് എന്ന് പറയുന്ന ഒരു പോളിംഗ് സ്റ്റേഷനെ പറ്റിയാണ്. അതായത് താഷിംഗാങ്ങിലും എന്ത് ചെയ്തു, 2024 പോളിംഗ് നടന്നു. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പോളിംഗ് സ്റ്റേഷൻ ആണെന്ന് പറയുന്നത് താഷിംഗാങ് എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പോളിംഗ് സ്റ്റേഷനാണ് താഷിംഗാങ് എന്ന് പറയുന്ന പോളിംഗ് സ്റ്റേഷൻ. ഇത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിലാണ്. എവിടെയാണ്, ഹിമാചൽ പ്രദേശിലെ പോളിംഗ് സ്റ്റേഷനാണ് താഷിംഗാങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു 3 കാര്യം പറഞ്ഞു, അതായത് ഓൾറെഡി ഉള്ള കാര്യങ്ങൾ തന്നെയാണ്, എങ്കിലും ഈ ഇടയ്ക്ക് എന്താണ് വാർത്താ പ്രാധാന്യം നേടിയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒന്നുകൂടി ചർച്ച ചെയ്തു എന്ന് മാത്രം. അതായത് ഷോംപെൻ ആദിവാസി വിഭാഗം എവിടെയാണ്, ആൻഡമാനിലാണ്. അവർ ആദ്യമായിട്ട് എന്ത് ചെയ്തു, വോട്ട് ചെയ്തു. ഇനി അതുപോലെ തന്നെ ബനേജ് പോളിംഗ് സ്റ്റേഷൻ ഒരേ ഒരു വോട്ടർ മാത്രമുള്ള പോളിംഗ് സ്റ്റേഷനാണ്, ഗുജറാത്തിലെ ഗിർവനത്തിലാണ്. അപ്പോൾ അതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അപ്പോൾ അവിടുത്തെ വോട്ടർ ആയിട്ടുള്ള മഹന്ത് ഹരിദാസ് ഉദാസീൻ എന്ത് ചെയ്തു, 2024 ലോക്സഭാ ഇലക്ഷൻ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഏറ്റവും ഉയരത്തിലുള്ള പോളിംഗ് സ്റ്റേഷൻ, അതായത് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പോളിംഗ് സ്റ്റേഷൻ ഹിമാചൽ പ്രദേശിലെ താഷിംഗാങ് പോളിംഗ് സ്റ്റേഷൻ. അപ്പോൾ അവിടെയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വോട്ടിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുന്ന അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കും. ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം. അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ആകെ എത്ര സീറ്റാണുള്ളത്, 20 സീറ്റുകളാണ് ഉള്ളത്. അപ്പോൾ കേരളത്തിൽ എന്താണ് ആകെ സീറ്റുകളുടെ എണ്ണം 20 സീറ്റുകളാണ്. ഇനി എന്താണ്, കേരളത്തിൽ 2ാം ഘട്ടത്തിലാണ് ഇലക്ഷൻ നടന്നത്. അപ്പോൾ കേരളത്തിൽ ഇലക്ഷൻ നടന്നത് എന്നാണ്, അത് 2ാം ഘട്ടത്തിൽ. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡേറ്റ് കൂടി എന്ത് ചെയ്യാം, ഒന്ന് ഓർത്തു പോകാം. അതായത് 26-ാം തീയതി, അതായത് ഏപ്രിൽ 26. അപ്പോൾ 2024 ഏപ്രിൽ 26-നാണ് എന്ത് ചെയ്തത്, എവിടെ ഇലക്ഷൻ നടന്നത്, നമ്മുടെ കേരളത്തിൽ ഇലക്ഷൻ നടന്നത്. അതായത് 2ാമത് ഘട്ടം എന്നാണ് 26 ഏപ്രിൽ 2024 2ാം ഘട്ടം നടന്നത്. അപ്പോൾ അന്നാണ് എന്ത് ചെയ്തത്, കേരളത്തിൽ ഇലക്ഷൻ നടന്നത്. ഇനി കേരളത്തിലെ ഒരു കക്ഷി നില കൂടി നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. നമ്മളെല്ലാം ഓൾറെഡി എന്താണ് ശ്രദ്ധിച്ചൊരു കാര്യമാണ്. കാര്യം നമ്മൾ പലരും എന്താണ് ഇന്നലെ ടിവിയുടെ മുന്നിലായിരുന്നു, നമ്മളെല്ലാം ഇത് ലൈവായിട്ട് കണ്ടതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഓർത്ത് വയ്ക്കാൻ ഒരുപാട് പാടൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ UDF 18, അതുപോലെ തന്നെ LDF 1, NDA 1, ഇതാണ് കേരളത്തിലെ എന്താണ് ഒരു കക്ഷി നില എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കേരളത്തിലെ മണ്ഡലങ്ങളിലും അവിടെ നിന്നാണ് വിജയിച്ച ആൾക്കാരെ കൂടി ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് പോവാം. ആദ്യം എന്താണ് തിരുവനന്തപുരം മണ്ഡലമാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ആരാണ്, ശശി തരൂരാണ് വിജയിച്ചത്. അതുപോലെ അദ്ദേഹം എന്താണ് തുടർച്ചയായുള്ള 4ാമത് തവണയാണ് തിരുവനന്തപുരത്ത് വിജയിക്കുന്നത്. ഇനി ആറ്റിങ്ങൽ അടൂർ പ്രകാശാണ് ആറ്റിങ്ങൽ വിജയിച്ചത്. ഇനി ഒരു പ്രത്യേകത കൂടി ആറ്റിങ്ങലുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് ഓർത്തു വയ്ക്കുക. അതായത് കേരളത്തിൽ 2024 ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ ഏറ്റവും ഭൂരിപക്ഷം കുറഞ്ഞ മണ്ഡലമാണെന്ന് പറയുന്നത് ആറ്റിങ്ങൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഏറ്റവും കുറവ് ഭൂരിപക്ഷമുള്ള മണ്ഡലം. അതായത് 2024 ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് ഏതെന്ന് പറയുന്നത് ആറ്റിങ്ങൽ മണ്ഡലം എന്ന് പറയുന്നത്. അവിടെ അടൂർ പ്രകാശാണ് വിജയിച്ചത്. ഇനി അടുത്തത് കൊല്ലം മണ്ഡലമാണ്. അവിടെ NK പ്രേമചന്ദ്രനാണ്. ഇനി അതുപോലെ തന്നെ പത്തനംതിട്ട ആന്റോ ആന്റണി, അതുപോലെ തന്നെ മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷാണ്. ഇനി അടുത്തത് ആലപ്പുഴ മണ്ഡലം. അവിടെ KC വേണുഗോപാൽ, അതുപോലെ തന്നെ കോട്ടയം ഫ്രാൻസിസ് ജോർജ്, ഇടുക്കി ഡീൻ കുര്യാക്കോസ്, എറണാകുളത്ത് ഹൈബി ഈഡൻ, അതുപോലെ തന്നെ ചാലക്കുടി ബെന്നി ബെഹനാൻ. ഇനി അടുത്തത് തൃശ്ശൂരാണ്. തൃശ്ശൂർ സുരേഷ് ഗോപിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു 18-1-1 എന്ന രീതിയിലാണെന്ന് പറയുന്നത് ഇവിടുത്തെ കക്ഷി നില എന്ന് പറയുന്നത്. അതിൽ NDAക്ക് ലഭിച്ച ഒരേ ഒരു സീറ്റ്, കേരളത്തിൽ ലഭിച്ച ഒരേ ഒരു സീറ്റ് ഏതാണ്, തൃശ്ശൂരാണ്. ഇനി അതുപോലെ തന്നെ ആലത്തൂർ വിജയിച്ചത് K രാധാകൃഷ്ണനാണ്. അതായത് എന്താണ് LDFന് ലഭിച്ച ഒരേ ഒരു സീറ്റ്, കേരളത്തിലെ ഒരേ ഒരു സീറ്റ് എവിടെയാണ്, അത് K രാധാകൃഷ്ണനിലൂടെ ആലത്തൂരാണ്. ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആലത്തൂരത്തെ K രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കറിയാം. ഇദ്ദേഹം എന്ന് പറയുന്നത് നിലവിലെ കേരള മന്ത്രിസഭയിൽ എന്താണ് ഒരു മന്ത്രിയാണ്. അപ്പോൾ എന്താണ് ഏതൊക്കെ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി
മന്ത്രിയാണ് ദേവസ്വം, അതുപോലെ തന്നെ പാർലമെന്ററി കാര്യം, ഇനി അതുപോലെ പിന്നോക്കക്ഷേമം, പട്ടികജാതി പട്ടികവർഗം. അപ്പോൾ ഇതൊക്കെ കൈകാര്യം ചെയ്ത ഒരു മന്ത്രിയാണ് ആരെന്ന് പറയുന്നത്, കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ലോക്സഭയിലേക്ക് ജയിച്ചതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും, അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാനായിട്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ എന്ത് ചെയ്യും, കേരള മന്ത്രിസഭയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അപ്ഡേഷൻ ഉണ്ടാവും. അപ്പോൾ ആ സമയം നമുക്ക് എന്ത് ചെയ്യാം, അത് ക്ലിയർ ആയിട്ടൊന്ന് ഓർത്തു പോകാം. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഒരു അപ്ഡേഷൻ എന്ത് ചെയ്യും, ഉടനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അത് അപ്ഡേറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. ഇനി അടുത്തത് പൊന്നാനിയാണ്. പൊന്നാനിയിൽ MP അബ്ദുൾ സമദ് സമദാനിയാണ്. അതുപോലെ തന്നെ മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറാണ്. കോഴിക്കോട് MK രാഘവനാണ്. ഇനി വയനാട് രാഹുൽ ഗാന്ധി. അപ്പോൾ ഇവിടെ ഈ വയനാട് മണ്ഡലം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ, അത് 2024 ഇലക്ഷനിൽ എന്താണ് ഏറ്റവും കൂടിയ ഭൂരിപക്ഷം ലഭിച്ച മണ്ഡലമാണ് എന്ന് പറയുന്നത് വയനാട് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ ഒരു മണ്ഡലത്തിലും എന്താണ് ഒരുപക്ഷെ അപ്ഡേഷൻ വരാം. കാരണം രാഹുൽ ഗാന്ധി 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു, വയനാട് അതുപോലെ തന്നെ റായ്ബറേലി. അപ്പോൾ 2 വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, അദ്ദേഹത്തിന് MP ആയിട്ട് തുടരാനാവുകയുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാനം അദ്ദേഹം എന്ത് ചെയ്യും, രാജിവെക്കും. അപ്പോൾ ഒരുപക്ഷെ വയനാടാണ് രാജിവെക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ആ സമയത്ത് അത് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഇനി അടുത്തത് വടകരയാണ്. വടകര ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ കണ്ണൂർ K സുധാകരൻ, ഇനി കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അപ്പോൾ ഇത്രയും പേരാണ് എന്ത് ചെയ്തത്, കേരളത്തിൽ വിജയിച്ചത്. അപ്പോൾ ഇത്രയും പേരുകൾ നോക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിക്കും. അതായത് 2024 ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ നിന്ന് എന്തില്ല, വനിതാ പ്രാതിനിധ്യം, അതായത് ഒരു വനിതാ MP എന്തില്ല, കേരളത്തിൽ നിന്ന് വിജയിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക. അത് നമുക്ക് നോക്കാനുള്ള ഒരു പദ്ധതിയാണ്. അതായത് ഓൾറെഡി ഉള്ളൊരു പദ്ധതിയാണ്, പക്ഷെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ പദ്ധതി ഇപ്പോൾ വിപുലീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. അതായത് ട്രെയിനിനുള്ളിലെ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകുന്നതിനും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുമായിട്ട് ആരംഭിച്ച ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി ഏതാണ്? അപ്പോൾ എന്താണ്, ട്രെയിനിനുള്ളിലെ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകുന്നതിനും അതുപോലെ തന്നെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുമായിട്ട് ആരംഭിച്ച ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി ഏതാണ്? പദ്ധതിയുടെ പേര് ഇതാണ്, മേരി സഹേലി. എന്താണ്, മേരി സഹേലി എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ ഈ പദ്ധതി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് 2023-24 സാമ്പത്തിക വർഷത്തെ GDP വളർച്ചാ നിരക്കായിട്ട് കണക്കാക്കിയിരിക്കുന്നത് എത്ര ശതമാനമാണ്? അപ്പോൾ 2023-24 സാമ്പത്തിക വർഷം എന്താണ് GDP വളർച്ചാ നിരക്കായിട്ട് കണക്കാക്കിയിരിക്കുന്നത് എത്ര ശതമാനം എന്നാണ്? അത് 8.2. അപ്പോൾ എന്താണ് 8.2% GDP വളർച്ചയായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അത് നമുക്ക് നോക്കാനുള്ളത് കൈറ്റിന്റെ സമഗ്ര പ്ലസ് പോർട്ടൽ എന്ത് ചെയ്തു, ഉദ്ഘാടനം ചെയ്യുന്നുള്ള കാര്യമാണ്. അതായത് എന്താണ് പുതുതായിട്ട് മാറിയ പുസ്തകങ്ങളിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് എന്താണ് ആ ഒരു പാഠ്യപദ്ധതിക്ക് അനുസരിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു പോർട്ടൽ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ പോർട്ടലിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംവിധാനമുണ്ട്, പഠനമുറി എന്ന് പറയുന്ന ഒരു സംവിധാനം. അപ്പോൾ പഠനമുറി എന്നൊരു സംവിധാനം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സമഗ്ര പ്ലസ് പോർട്ടൽ എന്ത് ചെയ്തിട്ടുണ്ട്, പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് കുട്ടിയുടെ എന്താണ് പഠന നിലവാരം കൂടുതൽ അവൻ എന്താണ് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഈ പഠനമുറി എന്ന് പറയുന്ന സംവിധാനം. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഫ്രഞ്ച് ഓപ്പണുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് പരിക്കിനെ തുടർന്ന് 2024 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ക്വാർട്ടർ ഫൈനലിൽ നിന്നും പിന്മാറിയ താരം ആരാണ്? അപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു താരം 2024 ഫ്രഞ്ച് ഓപ്പണിൽ എന്താണ് ക്വാർട്ടർ ഫൈനലിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. അതായത് അദ്ദേഹത്തിന് പരിക്കിനെ തുടർന്നാണ് പിന്മാറിയത്. ആൾ നമുക്ക് അറിയാവുന്ന താരമാണ്, അതായത് നൊവാക് ജോക്കോവിച്ച് ആണ്. ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്. കാരണം ഇദ്ദേഹം എന്ന് പറയുന്നത് 2023 ഫ്രഞ്ച് ഓപ്പൺ കിരീട ജേതാവാണ്. അപ്പോൾ 2023 ഫ്രഞ്ച് ഓപ്പൺ ജേതാവാണ് ആരെന്ന് പറയുന്നത്, നൊവാക് ജോക്കോവിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നു, പരിക്കിനെ തുടർന്ന് ഈ വർഷത്തെ എന്താണ് 2024 ഫ്രഞ്ച് ഓപ്പണിന്റെ ക്വാർട്ടർ ഫൈനലിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, അടുത്തിടെ ഇസ്രായേലി പൗരന്മാർക്കും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പാസ്പോർട്ട് ഉള്ളവർക്കും പ്രവേശനം നിഷേധിച്ച രാജ്യം ഏതാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്, അടുത്തിടെ ഇസ്രായേലി പൗരന്മാർക്കും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പാസ്പോർട്ട് ഉള്ളവർക്കും പ്രവേശനം നിഷേധിച്ച രാജ്യം ഏതെന്നാണ്? അത് മാലിദ്വീപ്. അപ്പോൾ മാലിദ്വീപ് എന്ത് ചെയ്തിരിക്കുകയാണ്, ഇസ്രായേലി പൗരന്മാർക്കും അതുപോലെ തന്നെ അവിടുത്തെ പാസ്പോർട്ട് ഉള്ളവർക്കും പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞതാണ് ലോക പരിസ്ഥിതി ദിനത്തിന്റെ എന്താണ് പ്രമേയം പറഞ്ഞു. ഇപ്പോൾ 2024 പ്രമേയം പറഞ്ഞു. എന്താണ്? ലാൻഡ് റീസ്റ്റോറേഷൻ, സ്റ്റോപ്പിംഗ് ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ബിൽഡിംഗ് ഡോട്ട് റെസീലിയൻസ് എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം എന്നുള്ളത്. അപ്പോൾ ഈ പ്രമേയം വളരെ കാര്യമായിട്ട് ഓർക്കുക. ഒരുപാട് തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക. ഇനി അതുപോലെ തന്നെ 2024 ലോക പരിസ്ഥിതി ദിനത്തിന് എന്താണ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണെന്നും പറഞ്ഞു. ആരാണ്? സൗദി അറേബ്യയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നായയ്ക്ക് വിജയകരമായിട്ട് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ആരെന്നാണ് പറഞ്ഞത്. അത് ഭാനുദേവ് ശർമ്മ. ആരാണ്? ഭാനുദേവ് ശർമ്മയാണ്. അപ്പോൾ ഈ ഒരു പേര് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ലോക്സഭാ ഇലക്ഷനെ പറ്റി ചർച്ച ചെയ്തു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. എന്തൊക്കെയാണ് ചർച്ച ചെയ്തത്? ഇപ്പോൾ നടന്നത് എത്രാമത്തെ 18ാമത് ഇലക്ഷൻ ആണെന്ന് പറഞ്ഞു, 7 ഘട്ടമാണെന്ന് പറഞ്ഞു, 543 എന്താണ് സീറ്റുകളിലേക്കാണ് മത്സരം നടന്നത് നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ, അതായത് എന്താണ് മന്ത്രിസഭയൊക്കെ നിലവിൽ വന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ചർച്ച ചെയ്യാം. ഇനി അതിനുശേഷം പറഞ്ഞത് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം, അതായത് 2024 ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയത് ആരാണ്? ശങ്കർ ലാൽവാനിയാണെന്ന് പറഞ്ഞു. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ആർക്കായിരുന്നു? രവീന്ദ്ര ദത്താറാം വൈഗർക്കാണെന്ന് പറഞ്ഞു.
അതിനുശേഷം എന്താണ് പറഞ്ഞത്, ഷോംപെൻ ആദിവാസി വിഭാഗം, അതായത് എന്താണ് ആൻഡമാനിലെ ഷോംപെൻ ആദിവാസി വിഭാഗം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ബനേജ് പോളിംഗ് സ്റ്റേഷൻ, ഒരേ ഒരു വോട്ടർ മാത്രമുള്ള പോളിംഗ് സ്റ്റേഷനാണ് ബനേജ് പോളിംഗ് സ്റ്റേഷൻ. അപ്പോൾ അവിടുത്തെ ഒരേ ഒരു വോട്ടറാണ് ആരെന്ന് പറയുന്നത്, മഹന്ത് ഹരിദാസ് ദാസീൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം 2024 ലോക്സഭ ഇലക്ഷൻ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ താഷിങ്കാങ് എന്ന് പറയുന്നത് എന്താണ്, ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പോളിംഗ് സ്റ്റേഷനാണ് താഷിങ്കാങ് എന്ന് പറയുന്ന പോളിംഗ് സ്റ്റേഷൻ. അപ്പോൾ അവിടെയും പോളിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, വളരെ ക്ലിയർ ആയിട്ട് ഓർത്ത് വയ്ക്കുക. അതായത് പത്രവാർത്തകളിലൊക്കെ ശ്രദ്ധ നേടിയ 3 കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, പ്രധാനമായിട്ട് ഒന്ന് ചർച്ച ചെയ്തത്. ഇനി അതിനുശേഷം കേരളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്, കേരളത്തിലെ ആ ഒരു ഇലക്ഷൻ റിസൾട്ട്, അതായത് 20 സീറ്റാണെന്ന് പറഞ്ഞു. കേരളത്തിൽ 2ാം ഘട്ടത്തിലാണ് നടന്നതെന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ ഇവിടെ UDF 18, LDF 1, NDA 1, ഇങ്ങനെയാണ് കക്ഷിനില. ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മളെല്ലാം എന്താണ് വളരെയധികം ശ്രദ്ധയോടുകൂടി കണ്ടിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് വളരെ ഓർമ്മയുള്ളൊരു കാര്യമാണ്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തൊരു പദ്ധതിയായിരുന്നു, അതായത് മേരി സഹേലി എന്ന് പറയുന്ന പദ്ധതി ഓൾറെഡി ഉള്ളതാണ്. അതായത് ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രെയിനിനുള്ളിലെ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകുന്നതിനും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുമായിട്ടുള്ള പദ്ധതിയാണ് എന്ന് പറയുന്നത് മേരി സഹേലി എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം പറഞ്ഞത് 2023-24 സാമ്പത്തിക വർഷത്തെ GDP വളർച്ചാ നിരക്കായിട്ട് കണക്കാക്കിയിരിക്കുന്നത് എത്ര ശതമാനം എന്ന് പറഞ്ഞു, 8.2 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക. ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ്, കൈറ്റിന്റെ സമഗ്ര പ്ലസ് പോർട്ടൽ എന്ത് ചെയ്തു, ഉദ്ഘാടനം ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ പുതുതായിട്ട് ഒന്നൊരു അതാണ് സംവിധാനത്തെ പറ്റി പറഞ്ഞു. പഠനമുറി എന്ന് പറയുന്ന സംവിധാനം കുട്ടികൾക്ക് എന്താണ് സ്വയം അവരുടെ പഠനത്തെ വിലയിരുത്താൻ കഴിയുന്ന ഒരു തരത്തിലുള്ള ഒരു സംവിധാനമാണ് എന്ന് പറയുന്നത് പഠനമുറി എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഓർക്കുക. ഇനി അതിനുശേഷം നൊവാക് ജോക്കോവിച്ച് എന്ത് ചെയ്തു, പരിക്കിനെ തുടർന്ന് 2024 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ ക്വാർട്ടർ ഫൈനലിൽ നിന്നും പിന്മാറിയ കാര്യം നമ്മൾ ചർച്ച ചെയ്തു. കാരണം എന്താണ് ചർച്ച ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് 2023 ഫ്രഞ്ച് ഓപ്പൺ ജേതാവ് ആരായിരുന്നു, അത് നൊവാക് ജോക്കോവിച്ച് ആയിരുന്നു. ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ്, അടുത്തിടെ ഇസ്രായേലി പൗരന്മാർക്കും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പാസ്പോർട്ട് ഉള്ളവർക്കും പ്രവേശനം നിഷേധിച്ച രാജ്യം ഏതാണെന്ന് പറഞ്ഞു. ഏതാണ്, മാലിദ്വീപാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്, അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റാണ് ക്ലൗഡിയ ഷെയിൻബൗം പാരഡോ എന്ന് പറയുന്നത്? അപ്പോൾ ഇതിന്റെ ഓപ്ഷൻസ് എ കാനഡ, ബി മെക്സിക്കോ, സി ബൊളീവിയ, ഓപ്ഷൻ ഡി അർജന്റീന. അപ്പോൾ ഇതിന് ചരിത്രം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, 2024 കേശവദേവ് പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ദേശമംഗലം രാമകൃഷ്ണൻ, ബി അടൂർ ഗോപാലകൃഷ്ണൻ, ഓപ്ഷൻ സി ടി പത്മനാഭൻ, ഓപ്ഷൻ ഡി സേതു. അപ്പോൾ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2024 പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ലക്ഷ്യ സെൻ, ബി സൈന നെഹ്വാൾ, ഓപ്ഷൻ സി PV സിന്ധു, ഓപ്ഷൻ ഡി പ്രകാശ് പദുക്കോൺ. അപ്പോൾ ഇതിന്റെ ശരിയുത്തരം ഏതാണ്, ഓപ്ഷൻ സി ആണ്, PV സിന്ധു ആണ്. അപ്പോൾ വളരെ കാര്യമായിട്ട് ഓർക്കുക, PV സിന്ധു എന്ന് പറയുന്ന പേര് ഓർമ്മിക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഓർക്കുക. ഒന്നെന്ന് പറയുന്നത് PV സിന്ധുവിന് 2016 അതുപോലെ തന്നെ 2020 ഒളിമ്പിക്സുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മെഡൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2016 ഖേൽരത്ന പുരസ്കാരം, 2013 അർജുന പുരസ്കാരം, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് കാട്ടുതീ നേരത്തെ കണ്ടെത്താനായിട്ട് AI ആസ്പദമാക്കിയുള്ള സംവിധാനം സ്ഥാപിക്കപ്പെട്ട ടൈഗർ റിസർവ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഒറാങ് ടൈഗർ റിസർവ്, ബി പെഞ്ച് ടൈഗർ റിസർവ്, ഓപ്ഷൻ സി മനാസ് ടൈഗർ റിസർവ്, ഓപ്ഷൻ ഡി ബുക്സ ടൈഗർ റിസർവ്. അപ്പോൾ ഇതിന്റെ ചരിത്രം ഏതാണ്, ഓപ്ഷൻ ബി ആണ്, പെഞ്ച് ടൈഗർ റിസർവിലാണ് ഇത്തരത്തിലുള്ള ഒരു AI സംവിധാനം എന്ത് ചെയ്തത്, സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. ജൂൺ 5-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.